ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു അടിപൊളി പച്ചടിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു പച്ചടിയാണ്. അതിനുവേണ്ടി വെള്ളരിക്ക ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാരണം നമ്മുടെ വെള്ളരിക്കയിൽ നിന്ന് തന്നെ വെള്ളം വരും. പിന്നെ പച്ചടിക്ക് അധികം വെള്ളം വേണ്ടല്ലോ, കുറച്ച് കുറുകിയിട്ടല്ലേ നമ്മളത് ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അധികം ഉപ്പിട്ട് കൊടുക്കരുത്. പിന്നെ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അത് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം. അധികം വെന്തുടയരുത് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ആവശ്യത്തിന് എരിവ് എടുക്കാം കേട്ടോ. എന്നാലും ഒരുപാട് എരിവ് പാടില്ല. കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ കഷ്ണങ്ങൾ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. നാളികേരം അരച്ചതിന് ശേഷം അതിലേക്ക് പച്ചക്കടുക് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് ഇങ്ങനെ നല്ലോണം അല്ലെങ്കിൽ അരിഞ്ഞ് കിട്ടും. കടുക് അധികം അറിയാൻ പാടില്ല. അപ്പം നാളികേരം അരച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണം ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെന്തുടയാനേ പാടില്ല. അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെച്ച് തിളപ്പിച്ചെടുക്കരുത്. ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നാളികേരത്തിൻ്റെ ആ ഒരു കുത്ത് വരരുത്. നാളികേരം നന്നായിട്ട് വെന്തതാവരുത്. ഇതാണ് ചെറിയൊരു തിളയിലിങ്ങനെ വേവിച്ചിട്ട് എടുക്കണം. നല്ല എളുപ്പമാട്ടോ, നല്ല ടേസ്റ്റുമാണ്. വേറെ ഒരു കറിയും വേണ്ട നമുക്ക് ഈ ഒരു പച്ചടി ഉണ്ടെങ്കിൽ. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു ചെറിയ തിള വന്നപ്പോഴേക്കും ഓഫാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നല്ല ചൂടോടുകൂടി ഒഴിച്ച് കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തൈര് നമ്മൾ നന്നായിട്ട് കട്ട ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളരിക്കയിലേക്ക് അത് കണ്ടോ ഓഫാക്കിയിട്ട് കുറച്ച് നേരമായി. തിളയോടുകൂടി ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. മോര് എപ്പോഴും. ഇനി നമുക്കിതിലേക്ക് മോരൊഴിച്ച് കൊടുക്കാം. മോരൊഴിച്ചിട്ട് പിന്നെ ചൂടാക്കുക ഒന്നും ചെയ്യരുത്. അങ്ങനെ മോരൊഴിച്ച് അടച്ച് വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. കടുക് കുറച്ചും കൂടി വേണം കൂടുതൽ ഇടാം കേട്ടോ. അത് കടുകിൻ്റെ കുത്ത് കൂടുതൽ ഇഷ്ടമുള്ളവർ കുറച്ച് കൂട്ടിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് താളിപ്പ് മാത്രമേ വേണ്ടൂ. നല്ല ടേസ്റ്റുള്ളൊരു പച്ചടിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, കരിവേപ്പിൻ്റെ ഇല, ഉണക്കമുളക്, ഇത്രയേ വേണ്ടൂ കേട്ടോ താളിപ്പിന്. ഉണക്കമുളക് നിർബന്ധമായിട്ട് ഇടണം കറിവേപ്പിലേക്ക്. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും വെള്ളരിക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ ഇഷ്ടമായിട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണ പോക്കിലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിപൊളി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു വിഭവമായിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ.